പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജി സുധാകരൻ തന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയിപ്പിച്ചതാണ് എന്ന് സുധാകരൻ തുറന്നടിച്ചു. മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല. തനിക്കെതിരായ വിമർശനങ്ങൾ അറിയാവുന്നവർ ആരും വിശ്വസിക്കില്ല. പത്തനംതിട്ട ജില്ലയിൽ പോയിട്ട് 4 വർഷമായി എന്നും സുധാകരൻ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലായിരുന്നു നേതാക്കന്മാരുടെ പരസ്യ പ്രസ്താവനകൾക്ക് എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായത്. അതിൽ ജി സുധാകരന്റെ പേരെടുത്ത് തന്നെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ജി സുധാകരൻ മറുപടിയുമായി എത്തിയിട്ടുള്ളത്. തന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയിപ്പിച്ചതാണ് എന്നാണ് സുധാകരൻ പറയുന്നത്. മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന് ജി സുധാകരൻ തുറന്നടിക്കുന്നു. തനിക്കെതിരായ വിമർശനങ്ങൾ അറിയാവുന്നവർ ആരും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കില്ല. എന്തായാലും ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ആലപ്പുഴയിൽ ആയിരുന്നില്ല, പത്തനംതിട്ടയിലായിരുന്നു ജി സുധാകരന് നേരെ വിമർശനമുണ്ടായത്. പല വിമർശനങ്ങളും EP ജയരാജന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട്, ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാമർശങ്ങളുണ്ടായി. അതിനോടൊപ്പമായിരുന്നു ജി സുധാകരനെതിരെ വലിയ വിമർശനവും ഉയർന്നത്. എന്താണ് സുധാകരൻ ഇതിന് നൽകുന്ന മറുപടി? അഭിലാഷ്, പത്തനംതിട്ട ജില്ലാ CPM ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ജി സുധാകരനെതിരെ വിമർശനം ഉയർന്നത്. അതായത് വിശ്രമകാലത്ത് ജി സുധാകരൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഇത് പാർട്ടി നിയന്ത്രിക്കാൻ തയ്യാറാകണം എന്നുള്ള ഒരു വിമർശനമാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിനകത്ത് നിന്ന് ഉണ്ട് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്നത്. ഇതിനെതിരെയാണ് ജി സുധാകരൻ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാർക്സിസ്റ്റ് വിരുദ്ധ പരാമർശങ്ങളാണ് സമ്മേളനത്തിൽ ഉണ്ടായത്. അതായത് ഒരാൾ കമ്മ്യൂണിസ്റ്റായി പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നാൽ അയാളുടെ മരണം വരെയും ആ മെമ്പർഷിപ്പിൽ അയാൾ തുടരുന്ന ആളാണ്. ഒരു പാർട്ടി പ്രവർത്തകന്, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് വിശ്രമ ജീവിതം എന്നുള്ളത് ഒന്നില്ല. മരണം വരെയും അയാൾ പ്രവർത്തിക്കേണ്ട ആളാണ്. അതാണ് മാർക്സിയൻ ആശയം എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് അതെന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ആലപ്പുഴയിൽ ചില വൈറസുകൾ ഉണ്ടായിരുന്നു. ആ വൈറസുകൾ ഇപ്പോൾ ഒരുപക്ഷെ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചിട്ടുണ്ടാകും. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങളോട്, ഇത്തരത്തിൽ ആശയപരമായി നിലനിൽക്കാത്ത വിമർശനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് വർഷങ്ങളോളം പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. തന്റെ അനിയൻ പഠിച്ചിരുന്നത് പത്തനംതിട്ട കോളേജിലാണ്. അവിടെ തന്നെ രക്തസാക്ഷിയായ ഒരാളാണ്. തന്റെ സഹോദരൻ ദീർഘകാലമായി പത്തനംതിട്ടയിൽ ബന്ധമുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 4 വർഷമായി താൻ പത്തനംതിട്ടയിൽ അത്തരം പ്രവർത്തനങ്ങളുമായി ഒന്നും മുന്നോട്ട് പോകാത്ത ഒരാൾ കൂടിയാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു വിമർശനം വന്നതിന് പിന്നിൽ അഭിലാഷ്, ഇങ്ങനെ ഒരു വിമർശനം വന്നതിന് പിന്നിൽ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. നീക്കം എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ചില വൈറസുകൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണ് എന്നുള്ളതാണ് ജി സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇതൊന്നും പാർട്ടിക്ക് ഗുണകരമായി മാറില്ല. താൻ പോകുന്നത് കൊണ്ട്, താൻ പരിപാടികൾ പങ്കെടുക്കുന്നത് കൊണ്ടും ആശയപരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്ത മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്രയും കാലം താൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു. 50 വർഷം അടുത്താണ് താൻ അതായത് പാർലമെന്ററി രംഗത്തേക്ക് പോലും താൻ കടന്നു വരുന്നത്. SFIയുടെ മറ്റ് സംഘടനാ രംഗത്തോ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ താൻ ഒരിക്കലും പാർലമെന്ററി രംഗത്തേക്ക് പോലും കടന്നു വന്നിട്ടില്ല. അത്തരത്തിൽ CPMനുള്ളിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് താൻ. അങ്ങനെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് സുധാകരന്റെ പ്രതികരണങ്ങൾ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിനു മുമ്പേ നമ്മൾ നൽകിയിരുന്ന വാർത്ത CPMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകിയത്. ആ വാക്കുകളിലേക്ക് ആണ് ഇനി. അറിയാവുന്നവരൊന്നും വിശ്വസിക്കരുതെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് അതിശയം തോന്നിയത്, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പോയിട്ട് 4 വർഷമായി. ഒരാളുമായി ഒരു ആശയവിനിമയം ഞാൻ നടത്താറില്ല. 1-2 പരിപാടിക്ക് വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. പിന്നെ പത്രക്കാരെ കണ്ട് പറഞ്ഞു കൊടുത്താണല്ലോ ആള്. അപ്പോൾ പത്രത്തിൽ വന്നുകൊണ്ട് അതിനെനിക്ക് സമാധാനം പറയാം. പറഞ്ഞാലൊന്നും അറിയില്ല, പാർട്ടിയെ പറ്റിയൊന്നും അറിയൊന്നും. ആൻറ്റി മാർക്സിസ്റ്റാണ് ഞാൻ പറയുന്നത്. പാർട്ടിയോട് കൂറുള്ള ആളായിരിക്കും, പക്ഷെ അതൊരു നോൺ മാർക്സിസ്റ്റാണ്. മാർക്സിസ്റ്റ് വിചാരണമാണ്. എൻ്റെ ഫിലോസഫി അയാൾക്ക് അറിയില്ല.
ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, ഇത് ബോധപൂർവമായാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. താൻ പത്തനംതിട്ടയിലേക്ക് പോയിട്ട് തന്നെ വർഷങ്ങളായി. അപ്പോൾ പിന്നെ ഈ പത്തനംതിട്ടയിൽ തന്നെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു, തന്റെ പേര് ഉയർന്നു വരുന്നു, തനിക്ക് നേരെ വിമർശനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സുധാകരൻ ഉദ്ദേശിക്കുന്നത്? അഭിലാഷ്, ബോധപൂർവമായ ഒരു നീക്കം തന്റെ മേൽ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു വിമർശനത്തിന് മേൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ചിലർ പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. കമ്മ്യൂണിസ്റ്റുകാരനായാൽ മരണം വരെ ആ കമ്മ്യൂണിസ്റ്റ് രംഗത്ത് പ്രവർത്തിക്കേണ്ടതാണ്. വിശ്രമ ജീവിതം എന്നത് കമ്മ്യൂണിസ്റ്റുകാരന് ഇല്ല എന്നുള്ളതാണ്. മാർക്സിയൻ രീതി അല്ല അയാൾ പറഞ്ഞത് എന്നുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത് തന്നെ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവം അങ്ങനെ ഒന്ന് പറയിപ്പിച്ചതാണ്. ആലപ്പുഴയിൽ ചില വൈറസുകൾ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ആ വൈറസുകൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. പണ്ടും ആലപ്പുഴയിൽ ചിലർ നടന്ന് പറഞ്ഞിരുന്നു തന്നെ മരണത്തിലും കല്യാണത്തിനും ഒന്നും വിളിക്കരുത്, തന്നെ പങ്കെടുപ്പിക്കരുതെന്ന് ചിലർ നടന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായി? ആയിരക്കണക്കിന് പരിപാടികളിലാണ് താൻ പങ്കെടുക്കുന്നത്. പൊതുജനങ്ങൾ തന്നെ ആയിരക്കണക്കിന് പരിപാടികൾക്കാണ് വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞവർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരൻ തിരിച്ച് മറുപടിയായി നൽകുന്നത്. ഇനിയും ഒരു 10 വർഷം കൂടി താൻ പൊതുരംഗത്തുണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ താൻ പങ്കെടുത്ത പരിപാടികളുടെ കണക്ക് നിർത്തിയാണ് ജി സുധാകരൻ ഇതിന് മറുപടി കൊടുക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി 1480 പരിപാടികളിൽ പാർട്ടി പരിപാടികൾ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ജി സുധാകരൻ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള തനിക്കാണോ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പത്തനംതിട്ട ജില്ലയുമായി കഴിഞ്ഞ 4 വർഷം മുമ്പ് വരെ സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. തന്റെ അനിയൻ രക്തസാക്ഷിയായത് പത്തനംതിട്ടയിൽ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. അവിടെ പ്രവർത്തിക്കുന്ന കാലത്താണ് തന്റെ അനിയൻ രക്തസാക്ഷിയായത്. എന്നിട്ടും ഇത്തരത്തിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് വിശ്രമിച്ചാൽ മാനസിക രോഗിയാകും, ഭ്രാന്തനാകും, അങ്ങനെ ആക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നു. ഞങ്ങളെ പോലുള്ളവരുടെ വായടച്ചു വെച്ചാൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ ശക്തിപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യം ജി സുധാകരൻ തിരിച്ചു ചോദിക്കുന്നു. ഒപ്പം തന്നെ കിട്ടുന്ന വേദികളിലെല്ലാം, തനിക്ക് കിട്ടാവുന്ന എല്ലാ വേദികളിലും താൻ പാർട്ടിയുടെ ആശയങ്ങൾ പറയും, അത് തന്റെ മരണം വരെയും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്റെ ശബ്ദം ഉയരുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന കടുത്ത വിമർശനവും ജി സുധാകരൻ വയ്ക്കുന്നു. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെയാണ് താൻ സാമൂഹ്യ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നടത്തും. അതിഷ്ടപ്പെടാത്തവരാണ് തന്നെ വിമർശിക്കുന്നത്, മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആലപ്പുഴയിലെ CPM-നും വിമർശനമുണ്ട്. മരിക്കും വരെ പാർട്ടി അംഗമായി തുടരും. ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ചില വൈറസുകളാണ് പത്തനംതിട്ടയിൽ വ്യാപിച്ചത് എന്ന് ഉള്ള ഒരു സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്തു. അത്തരത്തിലൊരു തുറന്നടിക്കൽ തന്നെയാണ്. ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ചില വൈറസുകളാണ് പത്തനംതിട്ടയെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ള തുറന്നടിക്കൽ കൂടി ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇത്തരമൊരു രൂക്ഷ വിമർശനത്തിലേക്ക് അദ്ദേഹം കടക്കാൻ കാരണം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപമാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന സമ്മേളനത്തിൽ ചർച്ചയിൽ ജി സുധാകരനെതിരെ വിമർശനം ഉയർന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. വിശ്രമകാലം നയിക്കേണ്ട ഇടത്ത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് ജി സുധാകരൻ ചെയ്തത്. പാർട്ടി നിയന്ത്രിക്കണം എന്നുള്ള ഒരു വിമർശനം ആ സമ്മേളനത്തിൽ ഉയർന്നു എന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിനെതിരെയുള്ള വിമർശനമാണ് അദ്ദേഹം പറഞ്ഞത്. പത്തനംതിട്ടയിൽ പോയി മാധ്യമങ്ങളെ വിളിച്ച് പത്തനംതിട്ടയിൽ പോയി താൻ ഇതിന് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്തായാലും അങ്ങനെ ഒന്നില്ല. ഇവിടെ പറയുകയാണ് മരണം വരെയും താൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടി അംഗമാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് വരുന്ന പാർട്ടി ബ്രാഞ്ചിലെ അംഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മരണം വരെയും ഈ കർമ്മരംഗത്ത് ഞാൻ ഉണ്ടാകും. എനിക്ക് അത്തരത്തിൽ ഒഴിവാക്കി നിർത്താൻ മാത്രം തനിക്ക് കഴിഞ്ഞ ഇടക്ക് ഒരു ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾ വന്നു. അതിന് താൻ ചികിത്സ തേടി. തനിക്ക് നടക്കാൻ കഴിയാത്ത ആളൊന്നുമല്ല താൻ. എല്ലായിടങ്ങളിലും എന്തായാലും സുധാകരൻ വായി തോന്നിയതെല്ലാം വിളിച്ചു കൂവുന്നു എന്ന തരത്തിലുള്ള പരാമർശം പത്തനംതിട്ടയിലെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് തമ്പ്രാക്കന്മാരുടെ കാലമല്ല എന്ന് മറുപടി പറയുന്നത്. തനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും എന്നും ബോധപൂർവമാണ് തന്റെ പേര് ഈ സമ്മേളനത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നുമാണ് സുധാകരൻ മറുപടി നൽകുന്നത്.